അപ്പോൾ എല്ലാവർക്കും വ്ലോഗ്സ് ആൻഡ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എളുപ്പത്തിലുള്ളൊരു മീനച്ചാറാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക? അപ്പോൾ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്നിൽ നല്ലെണ്ണയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ മീൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ മീൻ ഉപ്പും മഞ്ഞളും ഇത് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മോദയാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വറന്ന് വന്നോട്ട്. ഞാനിവിടെ കുറച്ച് മാത്രമേ മീനെ എടുത്തോട്ടുള്ളൂ. ഒരു 300 ഗ്രാം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഇച്ചിരി ഒരു മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറന്ന് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ കുറച്ച് നാളിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചാൽ മതിയേ. അപ്പൊ കടുവൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചി ഒരു ലേശം കൂടുതൽ എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് ലേശം കൂടുതൽ ഇടാമെങ്കിൽ ഒന്നുകൂടെ രുചി ചെയ്യാം കേട്ടോ. ഒരു പരുവാകുമ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ട്, എനിക്കിഷ്ടമാണ് വറ്റൽമുളക് ഇടാൻ. ഇഷ്ടമാണെങ്കിൽ ഒരു 2 വറ്റൽമുളകും കൂടി നടവയൊന്ന് മുറിച്ച് അതും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവം മൂത്ത് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇടണം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി. അതുകൊണ്ട് ഞാൻ ഒരു ഏകദേശം 300 ഗ്രാമോളം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ മാത്രമേ ഞാൻ മുളക് ഇട്ടിട്ടുള്ളൂ. ഇത് തീ ഒരു ലേശം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഇവിടെ ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്തു വെച്ചേക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇച്ചിരി മാത്രം മീൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇളക്കുന്നതിന് മുന്നേ തന്നെ എന്നാ ചെയ്യണമെന്നറിയാവോ? ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു ലേശം കായപ്പൊടി, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ അച്ചാറിന്റെ പരിപാടി. ചാറ് വേണമെങ്കിൽ ചാറെടുക്കാം, ഇല്ലെങ്കിൽ ഇത് ലേശം കൂടി പറ്റിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനൊരു ലേശം കൂടെ ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പൊ
ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ചെറിയൊരു സോസറിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ചെടുത്തിട്ട്. അപ്പൊ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇച്ചിരി വിനാഗിരി കൂടുതൽ ഒഴിച്ചുകൊണ്ട് ഇതിന് വിനാഗിരിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും അധികമായിട്ട് നിൽക്കത്തില്ല. എല്ലാം കൃത്യമായിട്ടുള്ള ഒരു പരുവായിരിക്കും, കുറച്ചു നാൾ നിൽക്കുകയും ചെയ്യും. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലില് ഐക്കണേല് ആ ബെല്ലിന്റെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ആക്കണം. പിന്നെന്താ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ വിശേഷങ്ങളായിട്ടൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം. അപ്പോ അതുവരെ ബൈ ബൈ.